നിലപാടുകൾ തമ്മിൽ കൊമ്പ് കോർക്കാൻ ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മി അറക്കലാണ്. സ്വാഗതം. നമസ്കാരം. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? അതാ ഞാനും ആലോചിക്കുന്നത്. എന്തൊരു ബോർ ഏർപ്പാടാണിത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വാദം പറയുന്നു, ഷിംജിത്ത് എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല. അങ്ങനെ നമുക്ക് പറയുവാണെങ്കിൽ പറയാം, എന്തുകൊണ്ട് ദീപക് കേസ് കൊടുത്തില്ല. ദീപകിന് ഈ സൈബർ ബുള്ളിങ്ങിനെതിരെ കേസ് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്യാതിരിക്കാമല്ലോ. പറയാം, നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലേ കെട്ടിവെക്കും. വൃത്തികെട്ട വർഗം. ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഇട്ടു എന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ആ ബസ്സിലുണ്ടായ പീഡനങ്ങൾ കാണിക്കാൻ വേണ്ടി തലച്ചോറ് ഫെമിനിസത്തിന് കൊടുത്താൽ ഇതാണ് പ്രശ്നം. ആ ചെക്കനെ ഒന്ന് കൊടുത്തേ. വേണ്ട സാർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാർ എന്തിനാ മറുപടി പറയാൻ പോകുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. കേരളത്തിലെ 90% വ്യക്തികളും, ഞാൻ 85 അല്ല, ഞാൻ പറയുന്നത് 95%. ഒരു 5% ഫെമിനിസ്റ്റുകളെ മാറ്റി നിർത്തിയാൽ, സർവേ ഒക്കെ എടുത്തിട്ടൊന്നുമില്ല, ഞാൻ സർവേ ഒന്നും എടുത്തിട്ടില്ല എങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ ഉടനെ തുടങ്ങും. മേട്ടുക്കുളത്തുനിന്ന് ബൈസൺവാലിയിലേക്ക് ലെഫ്റ്റും റൈറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് കണ്ടിട്ട് 90% മലയാളികൾ, ഞാൻ ഉറപ്പിച്ച് പറയുന്നു, 90% മലയാളികളും ഷിംജിത്തിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എന്തെങ്കിലും ഇല്ലായിരിക്കുമോ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ തനിക്ക് നാണമില്ലേണോ? കുറച്ചു പേരുടെ മൈൻഡിൽ മാത്രം എന്തുകൊണ്ട് അത് ഷിംജിത വലിയ എന്തോ സൽക്കർമ്മം ചെയ്തായിട്ട് തോന്നുന്നു. ദീപത്തിനുള്ള ജീവനാണ് പോയത്. ഇത്ര മനുഷ്യത്വം ഇല്ലാണ്ട് എങ്ങനെ പെരുമാറാൻ കഴിയണു? ഞാൻ പറയട്ടെ, ഇപ്പൊ നീ വലിയ രോഷം കൊള്ളൊന്നും ദീപക്കിനുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല. നിന്റെ ചാനലിന് റീച്ച് കിട്ടണം, അതുകൊണ്ടാണ് ഇത് വെച്ച് എല്ലാരും മുതലെടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അപ്പം ഞാൻ ഈ ആൾക്കാരെല്ലാം ഞാൻ വെടി എന്ന് പറയുകയാണ്. ഞാൻ നാളെ പോയി തൂങ്ങിച്ചെത്താൽ നിങ്ങളെല്ലാം എന്റെ കൂടെ നിൽക്കുവോ? സന്തോഷം. അത്ര നിർബന്ധമാണ്, ഞാൻ തരാൻ പറ്റും. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.